ഇതുവാടേ മൂഡ് ഓഫ് ആയിട്ടൊക്കെ കഴിക്കുന്നു. എന്താ പറ്റി? അച്ഛാ അത് ഓഫ് ചെയ്യാതെയോ? ഈ കാര്യം പറ. സഞ്ജുവേട്ട എനിക്ക് കഴിക്കാൻ കുറച്ച് ഓംലേറ്റ് ഉണ്ടാക്കിയായിരുന്നു. അതെടുത്ത് അച്ഛമ്മ തട്ടി കളഞ്ഞു. അത് അച്ഛമ്മ അറിയാതെ പറ്റിയതായിരിക്കും. അറിയാതൊന്നും അല്ല. അച്ഛമ്മ നിനക്ക് തരുന്നതിന് ഒരിക്കലും തട്ടിക്കളയത്തൊന്നുമില്ല. നീ അങ്ങനെയൊന്നും പറയണ്ട. അച്ഛൻ നാളെ കടയിൽ പോയിട്ടൊരു മുട്ട വാങ്ങിച്ചോണ്ട് വന്നിട്ട് നിനക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കി തരാം. പോരെ? സത്യം? സത്യം. ഇതെന്തുവാടേ കയ്യില്? സഞ്ജുവേട്ട എനിക്ക് നടാൻ കുറച്ച് വിത്ത് തന്നിരുന്നു. അച്ഛൻ എന്നെ ഹെൽപ്പ് ചെയ്യോ? അവൻ തന്നെ എവിടെയെങ്കിലും വല്ലതൊക്കെ നട്ടിട്ടുണ്ടാവും. എന്റെ ചോട്ടി കൊണ്ടേ കുഴിച്ചങ്ങിട്ട് ചെല്ലേ പോ. പ്രേതം മുട്ടയിടൂ. അമ്മ 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 ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈ പ്രേതങ്ങൾ മുട്ട ഇടും? നീ എന്ത് മണ്ട ചോദ്യാടാ പുണ്ണി ചോദിക്കുന്ന എന്നോട്? വെയിറ്റ് അമ്മ, ഇത് നോക്ക്. നീ ഇതിലേക്ക് വന്നേ, ഓടി വന്നേ. എന്നാ അത് പ്രേതത്തിന് ഇത് എവിടുന്നാ നിനക്ക് കിട്ടിയത്? സഞ്ജുവേട്ട എനിക്ക് നടാൻ വേണ്ടി കുറച്ച് വിത്ത് തന്നിരുന്നു. അപ്പൊ അതിന് വേണ്ടി ഞാൻ മണ്ണ് കോറി വെച്ചപ്പോ ഇത് അവിടെ കിടക്കുന്നുണ്ട്. ഇത് ഒരാള് കൊണ്ടുപോയി അവിടെ വെക്കാതെ നമ്മുടെ പറമ്പത്ത് എങ്ങനെയാ വരുന്നത്? ആർക്കറിയാൻ? ഇതാ തള്ള തന്നെയായിരിക്കും ചെയ്തേ. വെറുതെ അല്ല, കുറെ നേരം മുണ്ടാണ്ടിങ്ങനെ നടക്കുന്നതല്ലേ. അമ്മ ഹായ്, നല്ല ഡിസൈൻ ഉള്ള മുട്ട. ഇത് നമ്മളെ പറമ്പത്തുണ്ടായി മുട്ടിയത് ഇവൻ എടുത്തുകൊണ്ട് വന്നത്. പറമ്പത്തുണ്ടായി ഇവിടെ മുട്ടമരണ്ട. ഇതാരെങ്കിലും അവിടെ കുഴിച്ചിടാതെ ഈ മുട്ട അവിടെ വരുവാടാ? ഞാൻ രാവിലെ ഓംലെറ്റ് കൊണ്ടുവന്ന മുട്ടയില്ലേ ഓംലെറ്റ് അടിക്കാൻ, അതെനിക്ക് തിന്നായിരുന്നു കിട്ടിയതാ. എടാ സഞ്ജു, അതെങ്ങാനും നീ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മണ്ട പൊട്ടിത്തെറിച്ചേനെ. പിന്നെ കോഴിമുട്ട കഴിച്ചിട്ട് ആരെങ്കിലും മണ്ട പൊട്ടിത്തെറിക്കൂ? ഇതങ്ങനെയുള്ള മുട്ടയല്ല മക്കളെ. അല്ല, ഇവിടുത്തെ ഏത് കോഴി എങ്ങനെ ഓടി നടന്ന് മുട്ട ഇടുന്നത്? ഈ മുട്ടയിട്ട കോഴി അമ്മ കണ്ടുപിടിക്കും. വാ.